സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മളുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. നമുക്കറിയാം, യുദ്ധം മിഡിൽ ഈസ്റ്റിൽ ഇപ്പോഴും തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇന്ത്യ എന്നല്ല, ഇന്ത്യ പോലെ പല രാജ്യങ്ങളും, ഇപ്പോൾ ചൈനയായാലും ജപ്പാനും സൗത്ത് കൊറിയയൊക്കെ തന്നെ ഈ പറഞ്ഞ ഓയിലിന്റെ ക്രൂഡിന്റെ ഒക്കെ കാര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, കാരണം അവർക്ക് ഇതെല്ലാം മറ്റു വഴികളൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെ ഈ ഹോർമൂസ് കടലെടുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് വളരെയധികം ക്രിട്ടിക്കലുമാണ്. ഇന്ത്യക്ക് അതുപോലെ തന്നെ, കാരണം ഇന്ത്യ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ഓയിലിന് വേണ്ടി ആശ്രയിക്കുന്നത് കൊണ്ട് ഇന്ത്യക്ക് ഈ പറഞ്ഞ ഹോർമൂസ് കടലെടുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം, ആം, ഓയിലിന്റെയും ഗ്യാസിന്റെയും മാത്രം ഡിസ്റപ്ഷൻ അല്ല, നമ്മുടെ രാജ്യത്തു നിന്ന് ഈ പറഞ്ഞ പ്രദേശത്തേക്കുള്ള എക്സ്പോർട്ടും ഒക്കെ തന്നെ അതിന് തടസ്സം നേരിടുന്ന, അല്ലെങ്കിൽ തടസ്സം നേരിടുന്ന ഒരു സാധ്യതയും കാഴ്ചയൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഏറ്റവും ക്രിട്ടിക്കലായിട്ട് ഇപ്പോൾ ഫുഡിന്റെ കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ച് വിഷയമൊന്നുമില്ല, കാരണം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഫുഡൊന്നും ഒരു വിഷയമല്ല. കാരണം ലോകത്ത് യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഫുഡിന്റെ ക്ഷാമമോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഈ പറഞ്ഞ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് ക്രൂഡിന്റെയും അല്ലെങ്കിൽ LPG ഗ്യാസ് അല്ലെങ്കിൽ അതുപോലുള്ള LNG, ഈ മേഖലകളിലൊക്കെ തന്നെയാണ് നമ്മൾ, കാരണം ഇതൊക്കെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായതുകൊണ്ട്, എനർജി ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പ്രദേശത്തുണ്ടാകുന്ന അസ്ഥിരതകൾ അല്ലെങ്കിൽ യുദ്ധങ്ങൾ വളരെ അധികം പ്രയാസം ഉണ്ടാക്കി വെക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പൊ ഈ ഹോർമൂസ് കടലെടുക്ക് ഇറാന്റെ കൺട്രോളിലോ അല്ലെങ്കിൽ അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നത് കൊണ്ട് ഈ യുദ്ധം ഉണ്ടായപ്പോൾ അവരത് സ്വാഭാവികമായിട്ടും മറ്റു രാജ്യങ്ങളുടെ മുകളിൽ, പ്രത്യേകിച്ച് അമേരിക്കയുമായിട്ട് കൂടുതൽ ചങ്ങാത്തം പുലർത്തുന്ന രാജ്യങ്ങൾക്കാണ് ഇറാന്റെ ഭീഷണിയും അല്ലെങ്കിൽ ഇറാന്റെ ബ്ലോക്കേഡും ഒക്കെ ഉള്ളത്. ചൈനീസ് വെസൽസിനെ അല്ലെങ്കിൽ അതുപോലുള്ള അവർക്ക് അനുകൂലമായിട്ടുള്ള ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇറാനുമായിട്ട് സൗഹൃദവും ഡിപ്ലോമാറ്റിക് റിലേഷൻസ്, ഫ്രണ്ട്ലി റിലേഷൻസ് ഉള്ള രാജ്യങ്ങൾക്കൊന്നും തടസ്സങ്ങളൊന്നും വരുന്നില്ലെന്ന് ഇറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഒരു ഹോർമൂസ് കടലിടുക്കിനകത്തിൽ ഈ പറഞ്ഞൊരു ഹോർമൂസ് സ്ട്രൈറ്റിൽ ഇറാൻ നടത്തിയ ബ്ലോക്കേഡ് നമുക്ക് ക്രൂഡ് ഓയിലിന്റെ പിന്നെ ഈ പറഞ്ഞ മേഖലയിൽ നിന്നുള്ള ഒരു ഷിപ്പിംഗ് റൂട്ട് അല്ലെങ്കിൽ എനർജി റൂട്ടായിരുന്നത് നമുക്ക് തൽക്കാലം ഉപയോഗിക്കാൻ സാധിക്കത്തില്ലെങ്കിൽ തന്നെയും ഇന്ത്യ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും നമ്മളുടെ ഓയിൽ പർച്ചേസ് അല്ലെങ്കിൽ ക്രൂഡ് പർച്ചേസ് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുള്ളത് കൊണ്ട്, അത് നമ്മളുടെ അതാത് കാലത്തുള്ള ഗവൺമെന്റുകളുടെ പിന്നെ ഇടപെടലുകളുണ്ട്. കാരണം നമുക്കറിയാം, ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ പറഞ്ഞ നമ്മൾ ഇമ്പോർട്ട് എനർജി ഇമ്പോർട്ട് ചെയ്യുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ എപ്പോഴും ഈ ഇതുപോലുള്ള ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റിന്റെ കോൺഫ്ലിക്റ്റിന് വിധേയമാകാൻ സാധ്യതയില്ല. കാരണം അതിനാണല്ലോ ലോകത്ത് ഈ യുദ്ധങ്ങൾ നടക്കുന്നതല്ല ഈ പറഞ്ഞ എനർജിയുടെ അല്ലെങ്കിൽ റിസോഴ്സിന്റെ പേരിലാണല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഓയിൽ, ഗ്യാസ് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള മിനറൽ റിസോഴ്സുകൾ, ഇതുപോലുള്ള റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ കോൺഫ്ലിക്റ്റിന് അല്ലെങ്കിൽ യുദ്ധത്തിനോ യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വിധേയമാകുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾ ഈ പറഞ്ഞ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളായതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയുടെ കാര്യമാണ് പറയുന്നത്. ചൈനയുടെ കാര്യം നമുക്ക് ഇക്കാര്യത്തിൽ അറിയത്തില്ല, കാരണം അവർ എത്രത്തോളം രാജ്യങ്ങളിൽ നിന്ന് അവരെ ക്രൂഡ് പർച്ചേസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എനർജി പർച്ചേസ് ചെയ്യുന്നു അറിയത്തില്ല. അവരുടെ മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറാനും മിഡിൽ ഈസ്റ്റും റഷ്യ ഒക്കെ തന്നെയായിരുന്നു. ഇന്ത്യയെ പോലെ തന്നെ ഇന്ത്യക്ക് ഇറാനോട് പിന്നെ അമേരിക്കയുടെ സമ്മർദ്ദവും ഭീഷണിയും ത്തിനും വഴങ്ങി നമ്മൾ ഇറാനിൽ നിന്നും വാങ്ങിക്കുന്നത് പണ്ടേ നിർത്തിയാണ്, 2016 ട്രംപ് വന്നതിന് ശേഷം തന്നെ. അപ്പൊ ഇവിടെ നമ്മൾ 40 രാജ്യങ്ങളിലേക്ക് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു സെക്ടറിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല. ഈ ഹോർമൂസ് കടലിടുക്കിനകത്തിലുള്ള ഇപ്പം നമുക്ക് നിലനിൽക്കുന്ന ആ ഒരു ബ്ലോക്കേഡ് നമുക്ക് വലിയൊരു പ്രശ്നം ഉണ്ടാക്കി വെക്കുന്നില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം ഈ മിഡിൽ ഈസ്റ്റ് അല്ലാതെ മറ്റ് ബദൽ മിഡിൽ ഈസ്റ്റ് അല്ലാതുള്ള മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് നമ്മളിപ്പോൾ ക്രൂഡ് പർച്ചേസ് ചെയ്യുന്ന ഏകദേശം 60% നമ്മൾ അത് ആയിട്ടുണ്ട്. നേരത്തെ അത്ര ഇല്ലായിരുന്നു, കാരണം മിഡിൽ ഈസ്റ്റിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഗവൺമെന്റ് റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം 60% ഇപ്പം നമ്മൾ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഈ പറഞ്ഞ എനർജി റൂട്ട് അല്ലെങ്കിൽ കോറിഡോഴ്സിൽ നിന്നാണ്, സോഴ്സിൽ നിന്നാണ് നമ്മളിപ്പം ചെയ്യുന്നത്. നേരത്തെ പണ്ട്, അതായത് ഏഹ്, ഒരു ദശാബ്ദങ്ങൾക്ക് മുമ്പ്, പ്രത്യേകിച്ച് ഒത്തിരി കാലഘട്ടമൊന്നും പുറമോട്ട് പോകണ്ട, അതിനെ ആ ഒരു സമയത്തൊക്കെ നമ്മൾ 10, 20 അല്ലെങ്കിൽ 27 സപ്ലൈസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളായിരുന്നു. ഇപ്പം നമ്മൾ ഏകദേശം 40ൽ പരം സോഴ്സിൽ നിന്നാണ് ഇന്ത്യ ഈ പറഞ്ഞ എനർജി പ്രൊക്യൂർ ചെയ്യുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
അപ്പോൾ ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് അല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത് പേർഷ്യൻ ഗൾഫിനും അതുപോലെ ഗൾഫ് ഓഫ് ഒമാനും തമ്മിൽ, അതായത് ഇറാനും ഒമാനും യു എയും തമ്മിൽ ഉള്ള അവർക്കിടയിലുള്ള ഒരു കടലിടുക്കാണ്. അപ്പോൾ അത് ഇറാനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അവർക്കത് കൂടുതൽ അതിനകത്തിൽ കൺട്രോളും ഡോമിനൻസും ഉള്ളതുകൊണ്ട് ഇതുപോലുള്ള ക്രൈസിസ് വരുമ്പോൾ അവർക്കതിനെ ആ ഒരു ലിവറേജ് അവരുടെ കൈകളിലാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ കാരണം യുദ്ധം ആവുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം യുദ്ധം നേവൽ വാർഫെയർ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു തലത്തിലൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പം നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഫുൾ ഫ്ലഞ്ച് വാർ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ രണ്ട് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഈ കടലിലെ തീർച്ചയായിട്ടും ഒരു ക്രൈസിസ് ബാധിത പ്രദേശമായിരിക്കും. അപ്പം മറ്റു രീതിയിലുള്ള ട്രാഫിക്കുകളൊന്നും ആ സമയത്ത് അവിടെ ഉണ്ടാകത്തില്ല. അതിപ്പോൾ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ. അതുപോലെ തന്നെ ഇവിടെയും അങ്ങനെയുള്ള വിഷയങ്ങളാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ നമുക്കറിയാം ലോകത്തിൻ്റെ അഞ്ചിലൊന്ന് ഓയിലും നാച്ചുറൽ ഗ്യാസും ഒക്കെ തന്നെ ഈ പറഞ്ഞ പ്രദേശത്തോടാണ് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് ഈ പറഞ്ഞ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിൻ്റെ അല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്കിൻ്റെ ബ്ലോക്കേഡ് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഒക്കെ തന്നെ വളരെയധികം പ്രതികൂലമായിട്ടുള്ള സാഹചര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ ഈ സ്ട്രൈറ്റിലൂടെ കടന്നു പോകുന്ന എന്നുവെച്ചാൽ ഇറാന്റെ പെർമിഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഇറാനെ വെട്ടിച്ചു പോകാൻ ശ്രമിക്കുന്ന കപ്പലുകളെ അല്ലെങ്കിൽ ഇതുപോലുള്ള ചരക്ക് കപ്പലുകളെയൊക്കെ തന്നെ ഇറാൻ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചൈനയ്ക്ക് പോകാനുള്ള പെർമിഷൻ ഉണ്ട്, ഇന്ത്യക്ക് പോകാനുള്ള പെർമിഷൻ ഇറാന് നമുക്കറിയാം അവർ തീർച്ചയായിട്ടും ഇല്ല. ഇന്ത്യ റഷ്യ റിലേഷൻ പോലെ തന്നെ ഇറാനെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടും ഇന്ത്യയെ ഉപേക്ഷിക്കാൻ സാധിക്കത്തില്ല. അതുപോലെ തിരിച്ച് ഇന്ത്യക്കും പൂർണ്ണമായിട്ട് ഇറാനെ ഉപേക്ഷിക്കാൻ കഴിയുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷൻ അല്ല. പക്ഷേ ഇന്ത്യ നമുക്കറിയാം ഏത് രീതിയിലാണ് പോളിസീസ് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞ ഇറാനുമായിട്ടുള്ള റിലേഷൻസിനെ കൂടുതൽ അത് ഇന്ത്യക്ക് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ചില രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഒരു എന്താണ് പറയുന്നത് പൊളിറ്റിക്സിന്റെ വിഷയമായിരിക്കും. നമ്മളെ സംബന്ധിച്ച് ഇറാൻ എന്ന് പറയുന്ന രാജ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്, പ്രസന്റ് ജിയോ പൊളിറ്റിക്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഭാവിയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പക്ഷേ അതിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും അത് നമ്മളത്ര ഒരു ശുഭകരമായിട്ടുള്ള, കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ നല്ലൊരു ഫ്രണ്ട്ലി നേഷൻ ആണെന്ന് നമുക്ക് അവകാശപ്പെട്ടാൽ തന്നെ ഇസ്രായേലിന് നമുക്ക് കൂടുതൽ ഓയിലും ഗ്യാസും തരാൻ പ്രത്യേകിച്ചൊന്നുമില്ല. അതുപോലെ തന്നെ ഇറാനെ പോലെ വലിയ രാജ്യമൊന്നുമില്ല ഇസ്രായേൽ എന്ന് പറഞ്ഞില്ല. ഇസ്രായേലിന്റെ ഭാഗത്ത് ചില ടെക്നോളജി ഒക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെയുള്ള ചില മേഖലകളിലൊക്കെ ഡിഫൻസ് അല്ലെങ്കിൽ പ്രതിരോധപരമായിട്ടുള്ള ചില മേഖലകളിലൊക്കെ ആയുധങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കച്ചവടം ചെയ്യാന്നല്ലാതെ അപ്പം ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിനേക്കാളും കൂടുതൽ ഒരു പടിയും കൂടെ ബന്ധം നമുക്ക് തീർച്ചയായിട്ടും ഇറാനുമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും എപ്പോഴും നമ്മളെ സംബന്ധിച്ച് നല്ലത്. കാരണം നമ്മുടെ എനർജി സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ ഇറാൻ എന്ന് പറഞ്ഞൊരു ഫാക്ടറെ നമുക്ക് കോംപ്രമൈസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നെഗ്ലക്ട് ചെയ്തുകൊണ്ടോ ഇനിയും നമുക്ക് ഭാവിയിലും തീർച്ചയായിട്ടും ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ എന്താണ് പറയുന്നത് റീജിയനിലായാലും പൊതുവെയുള്ള നമ്മുടെ ജിയോ പൊളിറ്റിക്സിലൊന്നും തന്നെ നമുക്ക് ഈ സ്മൂത്തായിട്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ ഈ പറഞ്ഞ ഈ മറ്റ് ചാനലുകൾ, അതായത് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിന് വെളിയിൽ നമ്മൾ ഏകദേശം 10-55% മാത്രമേ നമ്മൾ ആശ്രയിക്കുന്നുള്ളായിരുന്നു. അതായത് മിഡിൽ ഈസ്റ്റിലെ ഏകദേശം നമ്മൾ 40-45% മിഡിൽ ഈസ്റ്റിനായിരുന്നു നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ഏകദേശം ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിന് വെളിയിൽ 70% നമ്മൾ ആദ്യം പറഞ്ഞ 60% എന്ന് പറഞ്ഞു. പക്ഷേ 70% എന്നാണ് പറഞ്ഞത്. 60-60-70% എന്ന് വെച്ചാൽ ഇപ്പം ഈ പറഞ്ഞ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിൽ കൂടെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. എനർജി ആയാലും മറ്റ് മർച്ചൻറ്റൈസ് ഒന്നും തന്നെ നമുക്ക് റൂട്ട് ചെയ്യാൻ സാധിക്കത്തുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് ക്രൂഡിൻ്റെ കാര്യത്തിൽ ഇതിന് പുറത്തുള്ള ഓൾട്ടർനേറ്റീവ് സോഴ്സിൽ കൂടെ നമ്മളിപ്പോൾ ഏകദേശം 70% പ്രൊക്യൂർ ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് ഈ നമ്മുടെ രാജ്യത്തിൻ്റെ എനർജി സെക്യൂരിറ്റി ഉറപ്പാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ഒക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള റിസർവ് ഒക്കെ കുറേ ദിവസത്തുണ്ടായിരിക്കും. പക്ഷേ എന്നാൽ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് ഡെയിലി ഇത് നമുക്ക് മേടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശരിക്കും നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ 10-40 രാജ്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ചെറുതും വലുതായിട്ടുള്ള പർച്ചേസുകളാണ് മനസ്സിലാക്കുന്നത്. എല്ലാവരും നമ്മൾ കൂടിയ ക്വാണ്ടിറ്റിയിൽ നിന്നല്ല മേടിക്കുന്നത്. അപ്പോൾ അത് മുതൽ ഇസഡ് വരെ എല്ലാവരും ഉണ്ട്. ഇവിടെ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഗവൺമെന്റിന്റെ ഡാറ്റ അനുസരിച്ച് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നാണ് ക്രൂഡ് ഓയിൽ എനർജി ഒക്കെ തന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അൾജീരിയ, അങ്കോള ഇതെല്ലാം ആഫ്രിക്കൻ രാജ്യങ്ങളാണ്. അർജന്റീന ലാറ്റിൻ അമേരിക്കൻ ആണ്. ഓസ്ട്രേലിയ, ബെൽജിയം, ബ്രസീൽ, ബ്രൂണൈ,
കാനഡ, കൊളംബിയ, ഇക്വഡോർ. അപ്പോൾ ഈ അർജന്റീന, ബ്രസീൽ, കൊളംബിയ, ഇക്വഡോർ ഇതൊക്കെ ലാറ്റിൻ അമേരിക്കയാണ്. ഈജിപ്തിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. ഇക്വറ്റോറിയൽ ഗിനിയ ഉണ്ട്, ഗാന, ഗ്രീസ്, ഗിനിയ, ഇറാഖ്, ഇസ്രായേൽ, സൗത്ത് കൊറിയ എന്നിവരാണ് നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. കുവൈറ്റ്, ലിബിയ, മലേഷ്യ, മെക്സിക്കോയിൽ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. മെക്സിക്കോ ലാറ്റിൻ അമേരിക്കനാണ്. നെതർലാൻഡ്സ് യൂറോപ്പാണ്. ബെൽജിയം നമ്മൾ നേരത്തെ പറഞ്ഞ യൂറോപ്പാണ്. നൈജീരിയ ആഫ്രിക്കൻ, വളരെ ഓയിൽ റിസർവ് ഉള്ള രാജ്യമാണ് നൈജീരിയ. നോർവേ, ഒമാൻ, പനാമ, ഖത്താർ, സൗദി അറേബ്യ. ഖത്തറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഗ്യാസ് മേടിക്കുന്ന ആണ്. സൗദി അറേബ്യ, സെനിഗൽ, ടോഗോ ഇതൊക്കെ ആഫ്രിക്കൻ രാജ്യങ്ങളാണ്. സെനിഗൽ, ടോഗോ, ടർക്കി, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, യുണൈറ്റഡ് കിങ്ഡം, അതായത് ബ്രിട്ടൻ നമ്മളിവിടെ മേടിക്കുന്നുണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് വെനിസ്വേല. ഇത്രയും രാജ്യങ്ങളാണ് നമ്മൾ എനർജിക്ക് വേണ്ടി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്തിൽ ഈ പറഞ്ഞ അങ്കോള അല്ലെങ്കിൽ അൾജീരിയ എന്നൊക്കെ പറഞ്ഞ രാജ്യങ്ങളെ, അല്ലെങ്കിൽ നൈജീരിയ ഇതുപോലുള്ള രാജ്യങ്ങളെ, ഗാന, പിന്നെ ഇക്വറ്റോറിയൽ ഗിനിയ ഇതൊക്കെ നമ്മൾ വളരെ ചെറിയ തോതിലെ മേടിക്കുന്നുള്ളതായിരിക്കും. എന്നാലും നമുക്ക് സോഴ്സ് ഉണ്ട് നമുക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നൊക്കെ. ഇപ്പം മിഡിൽ ഈസ്റ്റിൽ നമുക്കറിയാം തീർച്ചയായിട്ടും ഇറാഖിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും ഒമാൻ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് അടച്ചുകൊണ്ട് നമുക്ക് ഈ രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ പ്രൊക്കർ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിന് പകരം നമുക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളെയൊക്കെ നമുക്ക് മറ്റ് സീ റൂട്ടിൽ കൂടെ അല്ലെങ്കിൽ മറ്റ് ഈ പറഞ്ഞ എന്താണ് പറയുന്നത് ഈ കടൽ മാർഗം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഈ എനർജി ഡിപ്ലോമസി അല്ലെങ്കിൽ എനർജി പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമാണ്. 10-40 പരം രാജ്യങ്ങളെ നമ്മൾ ആശ്രയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റി ഉറപ്പാക്കാൻ അത് പര്യാപ്തമാണ്. പക്ഷേ ഇതുപോലുള്ള ഈ ട്രേഡ് റൂട്ട് അല്ലെങ്കിൽ സീ റൂട്ട് ഇതുപോലുള്ള കോൺഫ്ലിക്റ്റ് സോണായിട്ട് മാറാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ സുഖമായിട്ട് നമുക്ക് നമ്മുടെ എനർജി സെക്യൂർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പം റഷ്യയിൽ നിന്നും ട്രംപിന്റെ 1 മാസത്തെ ഇളവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റഷ്യയിൽ നിന്ന് നമുക്കിപ്പം എത്ര ഓയിൽ വേണമെങ്കിലും നമുക്ക് മേടിക്കാം എന്നുള്ളൊരു സാധ്യതയും തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ മാസം ഏകദേശം 0.04 മില്യൺ ബാരൽസാണ് എല്ലാ ദിവസവും നമ്മൾ മേടിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മുടെ സപ്ലൈയുടെ ഏകദേശം 20% വരുമെന്നാണ് ഗവൺമെൻറ് സോഴ്സസ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ പാർലമെൻറ്റിൽ, രാജ്യസഭയിൽ നമ്മുടെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ പെട്രോളിയം സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് 74 ദിവസത്തെ പെട്രോളിയം, ക്രൂഡ് ഓയിൽ ആൻഡ് പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ നാഷണൽ കപ്പാസിറ്റി സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് നമുക്ക് ഈ പറഞ്ഞ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ഉള്ള രാജ്യമാണ് ഇന്ത്യ. അത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. പക്ഷേ അത് നമുക്ക് കുറേ ദിവസങ്ങൾക്ക് വേണ്ടി മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. കാരണം ഈ വലിയ രാജ്യമായതുകൊണ്ട് നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള വളരെയധികം നമുക്ക് ഈ പറഞ്ഞ എനർജിയുടെ ഉപയോഗമുണ്ട്. കാരണം നമ്മുടെ മിലിറ്ററിക്ക് തന്നെ വേണം ഒരു ദിവസം, ഇല്ലേ, എത്ര അളവിലുള്ള എനർജി. നമ്മുടെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഓടിക്കാൻ തന്നെ എനർജി നമുക്ക് വേണം. മിലിറ്ററി, പോലീസ്, മറ്റേത് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ബാക്കിയുള്ള നമ്മളുടെ സ്വകാര്യ മേഖലകളിലുള്ള ഇത്രയും വലിയൊരു സമ്പദ് വ്യവസ്ഥയെ റൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ വളരെ അത്യാവശ്യമാണ്. പിന്നെ ജനങ്ങളുടെ നിത്യോപയോഗത്തിന് വേണ്ടിയുള്ള യൂസേജ്, അപ്പോൾ ഇതെല്ലാം കണക്ക് കൂട്ടുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യയെ പോലെ വലിയൊരു രാജ്യത്തിന് ഇല്ല, നമുക്ക് എത്ര കിട്ടിയാലും മതിയാവാത്ത രീതിയിലുള്ള എനർജി വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് പെട്രോളിയം റിസർവ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ഇപ്പോൾ നിലവിലുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതിനെ കൂട്ടുവാനും ഇവിടെ ഭരണത്തിലിരിക്കുന്ന ഗവൺമെൻറ് ബാധ്യസ്ഥരാണ്. കാരണം ഭാവിയിൽ നമുക്ക് ഇതുപോലുള്ള കോൺഫ്ലിക്റ്റുകൾ, ഈ പറഞ്ഞ എനർജി റിസോഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള റീജിയനെ സംബന്ധിച്ച് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം യുദ്ധം ഇപ്പോൾ തൽക്കാലം ഇവിടെ നിന്നാൽ തന്നെയും വീണ്ടും മിഡിൽ ഈസ്റ്റിലും അല്ലെങ്കിൽ അതുപോലുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ യുദ്ധം ഉണ്ടാകാം, അല്ലെങ്കിൽ ഇതുപോലുള്ള യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുകയും നമ്മളുടെ എനർജി സപ്ലൈക്ക് ഡിസ്റപ്ഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് കൂടുതൽ നമ്മളുടെ പെട്രോളിയം റിസർവ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവിനെ നമുക്ക് കൂട്ടുക എന്നുള്ള വലിയൊരു എന്താ പറയുന്നത് ബാധ്യത നമുക്കുണ്ട് തീർച്ചയായിട്ടും. അതായത് ഏകദേശം പിന്നെ എന്താ പറയുന്നത് 5.33 മില്യൺ മെട്രിക് ടൺസിന്റെ പെട്രോളിയം റിസർവ് ഉണ്ടെന്നാണ് ഗവൺമെന്റിന്റെ ഈ പറഞ്ഞ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്കൊരു ഷോർട്ട് ടൈം സപ്ലൈ ഷോക്ക് ഉണ്ടായാൽ തന്നെ നമുക്ക് തൽക്കാലം നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും. നമുക്ക് അത് ഏകദേശം 9.5 ദിവസത്തെ രാജ്യത്തിന്റെ ക്രൂഡ് ഓയിൽ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ
ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞാണ്. ഇതിപ്പോൾ ഗവൺമെന്റിന്റെ പെട്രോൾ റിസർവിൻ്റെ ആണ്. പിന്നെ ബാക്കിയുള്ള രാജ്യത്തെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിന്റെ എല്ലാം സ്റ്റോറേജ് ഫെസിലിറ്റികളെ കണക്കെടുക്കുമ്പോൾ അത് 64.5 ദിവസമുണ്ട്. അപ്പോൾ 64.5ഉം ഈ പറഞ്ഞ 9 കൂടെ കൂട്ടി ഏതാണ്ട് 10.75 76 മാക്സിമം നമുക്ക് റഫായിട്ട് 80 ദിവസത്തെ 80 ദിവസത്തേക്ക് നമ്മുടെ രാജ്യത്തെ നമുക്ക് ഓടിക്കാനുള്ള റിസർവ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നാണ് കണക്ക് ശരിക്കും പറഞ്ഞത്. അത് നമുക്കറിയാം. തൽക്കാലം ഇപ്പം ലോകത്തുണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ഒക്കെ തന്നെ, കാരണം പെട്ടെന്ന് യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ഉള്ള ക്രൈസിസ് പിന്നെ അത് നോർമലൈസ് ചെയ്യും. യുദ്ധമാണെങ്കിൽ തന്നെ നോർമലൈസ് ചെയ്യും. പിന്നെ രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ വഴികൾ വരാൻ നോക്കും. അവരെല്ലാം തീർച്ചയായിട്ടും എല്ലാ രാജ്യത്തിനും എക്സിസ്റ്റൻസ് ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിട്ടുവീഴ്ചകളിൽ കൂടി അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് റിലേഷൻസിൽ കൂടെ ഒക്കെ തന്നെ രാജ്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെ അതിന് മാനേജ് ചെയ്യുന്നൊരു കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ ആദ്യത്തെ ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ച രണ്ടാഴ്ച ഈ ക്രൈസിസ് നമുക്ക് അനുഭവപ്പെടും. പിന്നീട് അതിനുശേഷം അതിന് പതുക്കെ പതുക്കെ ഓരോ രാജ്യങ്ങളും പരസ്പരം അങ്ങോട്ട്, ഇപ്പൊ ഇന്ത്യ തന്നെ ശ്രീലങ്ക, ബംഗ്ലാദേശ്, മാൽദീവ്സ് ഇതുപോലുള്ള രാജ്യങ്ങൾക്ക് തന്നെ ഇന്ത്യയുടെ പക്കലുള്ള ഈ പെട്രോളിയം ക്രൂഡിന്റെ ഒരു ചെറിയ ഷെയർ അവർക്ക് കൊടുത്ത് സഹായിക്കുന്നുണ്ട്. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ചില എന്താ പറയുന്നത് ഈ വിട്ടുവീഴ്ചകളും അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ചാനൽസ് ഒക്കെ ഓപ്പൺ ചെയ്ത് രാജ്യങ്ങൾ പരസ്പരം സഹകരിച്ചൊക്കെ തന്നെ ഇതുപോലുള്ള ക്രൈസിസിനെയൊക്കെ ഓവർകം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഇന്ത്യയെ സംബന്ധിച്ചും ഇന്ത്യ നമുക്കറിയാം ഗ്ലോബലി മറ്റു രാജ്യങ്ങളുമായിട്ട് എല്ലാം നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ബന്ധങ്ങളുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് നമ്മളുടെ ഈ എനർജി റിക്വയർമെന്റിനെ ഈ ഒരു രീതിയിലും തടസ്സപ്പെടുത്താൻ സാധിക്കത്തില്ല, ഏത് ഗവൺമെന്റ് ഇവിടെ ഭരണത്തിൽ ആണെങ്കിൽ തന്നെയും. കാരണം രാജ്യത്തിന്റെ പിന്നെ ജനങ്ങളുടെ ജീവിതം ഒന്ന്, പിന്നെ രാജ്യത്തിന്റെ മറ്റ് പ്രധാനപ്പെട്ട മേഖലകളെയൊക്കെ തന്നെ ഈ പറഞ്ഞ എന്താണ് പറയുന്നത് തടസ്സമില്ലാതെ റൺ ചെയ്യുക എന്നുള്ളത്, ഷോ റൺ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് നമ്മളുടെ എനർജി പൊളിറ്റിക്സും എനർജി ഡിപ്ലോമസിയും ഒക്കെ തന്നെ എപ്പോഴും വളരെ എന്താണ് പറയുന്നത് പ്രൊവാക്റ്റീവ് ആകുക അല്ലെങ്കിൽ ഡൈനാമിക് ആകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മുന്നോട്ടാണ് കലാകാലങ്ങളുള്ള ഗവൺമെന്റുകളുള്ള ഇതുപോലുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ഇന്ത്യ 40-ൽ-പരം രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഈ പറഞ്ഞ ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ എനർജി റിക്വയർമെന്റ്സ്, ഓയിൽ, ക്രൂഡ് ഓയിൽ, പെട്രോളിയം, ഗ്യാസ് അതുപോലുള്ള കാര്യങ്ങൾക്ക്. കാരണം ഇപ്പോഴും നമ്മളുടെ ആഭ്യന്തര ഉൽപ്പാദനം ഇതൊന്നും നമ്മുടെ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യാൻ പര്യാപ്തമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഇമ്പോർട്ട് കൂടുതൽ ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് നിലനിൽക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ എനർജി, പിന്നെ എന്താണ് പറയുക ഇന്ത്യയുടെ എനർജി ആയിട്ട് ബന്ധപ്പെട്ട ഇന്ത്യ നേരിടുന്നൊരു അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പിന്നെ നമ്മുടെ അവസ്ഥ. അത് തീർച്ചയായിട്ടും LPG-യുടെ അല്ലെങ്കിൽ LNG-യുടെ കാര്യത്തിലുള്ള നമുക്ക് ചില ക്രൈസിസ് ഇപ്പോൾ നേരിടുന്നത്. അത് തീർച്ചയായിട്ടും ഗവൺമെന്റ് ഏതെങ്കിലുമൊക്കെ ഓൾട്ടർനേറ്റീവ് സോഴ്സിൽ കൂടെ അത് പ്രോബ്ലം പരിഹരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമ്മൾ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കുമായിട്ട് തൽക്കാലം ഷെയർ ചെയ്യാനുള്ളത്. മറ്റൊരു ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. തൽക്കാലം എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.